ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നമുക്കെല്ലാം അറിയാം. കേരളം കണ്ട ഏറ്റവും വലിയ സ്വർണ്ണ കള്ളക്കടത്താണ്, അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ മോഷണമാണ്. നിരവധിയായ സ്വർണ്ണമോഷണ കഥകൾ അല്ലെങ്കിൽ സംഭവങ്ങൾ, കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ജുവലറിയിലെ മോഷണം നമുക്കറിയാം. ബാങ്കുകളിൽ നിന്ന് സ്വർണം മോഷണം പോയിട്ടുണ്ട്. വീടുകളിൽ കയറിയും ചില കള്ളന്മാർ സ്വർണം മോഷ്ടിക്കാറുണ്ട്. പക്ഷേ ശബരിമലയിൽ നമുക്കറിയാം, അയ്യപ്പൻ്റെ സന്നിധിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന കിലോ കണക്കിന് സ്വർണം അടിച്ചു മാറ്റിയത് കേരളത്തിലെ ഭരണ സംവിധാനവും അതിലെ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരുമാണ് എന്ന് ഇന്ന് പകൽ പോലെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലും കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ നേതൃനിരയിലും ഉയർന്നു വന്ന ശക്തമായ പ്രതിഷേധമില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലും അറസ്റ്റ് ചെയ്യുമായിരുന്നില്ല. 6-ാം തീയതിയാണ് ഹൈക്കോടതി ആ കേസിൽ പ്രത്യേക അന്വേഷണ ഏജൻസി വേണമെന്ന് പറഞ്ഞത്. പക്ഷേ 16-ാം തീയതി വരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. തെളിവുകൾ നശിപ്പിക്കാൻ, വിറ്റ സ്വർണം, കളവ് മുതലുകൾ എവിടെയെന്ന് ചോദിച്ചാൽ കണ്ടെത്താൻ കഴിയാത്ത രൂപത്തിൽ അതിനെയെല്ലാം ഒളിപ്പിക്കാൻ, തെളിവുകൾ നശിപ്പിക്കാൻ പ്രതികൾക്ക് അവസരം നൽകുന്ന ഒരു സാഹചര്യമാണ് ഗവൺമെൻറ്റും പോലീസ് അധികാരികളും ചേർന്ന് നിർവഹിച്ചത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കി, യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ സമരം നടത്തിയപ്പോൾ ആ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ പോലീസിന് കൈയോടെ പിടികൂടാൻ സാധിച്ചു. അവരുടെ പേരിൽ കള്ളക്കേസെടുത്ത് അവരെ ജയിലിൽ അയച്ചുവെങ്കിൽ അയ്യപ്പൻ്റെ സ്വർണ്ണ വിഗ്രഹം കട്ടെടുത്ത പ്രതികളെ, കൊടും പ്രതികളായിട്ടുള്ള ആളുകളെ, കള്ളക്കേസിലെ പ്രതികളെ, മോഷണക്കേസിലെ പ്രതികളെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരാൻ സർക്കാരും പോലീസും ഇപ്പോഴും അറച്ചു നിൽക്കുന്നു. കട്ടെടുത്ത സ്വർണം ഇപ്പോഴും എവിടെയെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. നമുക്കറിയാം, അത് കേവലം കിലോ കണക്കിന് സ്വർണത്തിൻ്റെ വില മാത്രമല്ല, വിശ്വാസത്തിൻ്റെ വിലയാണ്, ഭക്തിയുടെ വിലയാണ്, ആചാര അനുഷ്ഠാനങ്ങളുടെ വില കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് കേരളത്തിലെ മുഴുവൻ വിശ്വാസ സമൂഹങ്ങൾക്കും വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും ശക്തമായ സമരമുഖത്ത് കഴിഞ്ഞ 9-ാം തീയതി നമുക്കറിയാം, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ ശക്തമായ പ്രതിഷേധ സംഗമം നടത്തുകയുണ്ടായി. അതിനുശേഷമാണ് ചുരുങ്ങിയ ദിവസങ്ങളുടെ തയ്യാറെടുപ്പിൽ 4 കേന്ദ്രങ്ങളിൽ നിന്ന് ബഹുമാന്യരായ നേതാക്കന്മാർ നയിച്ച വാഹന ജാഥകൾ ഇന്നലെ ചെങ്ങന്നൂരിൽ സമാപിച്ച് ഇന്ന് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഈ പദയാത്ര ഇവിടെ പന്തളത്ത് അയ്യപ്പൻ്റെ ജന്മസ്ഥലത്ത് എത്തിച്ചേരുന്നത് ഒരിക്കൽ കൂടി നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി ഈ സ്വർണ്ണ കളവിൻ്റെ കേസിലെ പ്രതികളെ മുഴുവൻ പേരെയും നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് നഷ്ടപ്പെട്ട സ്വർണവും നഷ്ടപ്പെട്ട അയ്യപ്പ സന്നിധിയുടെ പവിത്രതയും പാവനതയും വീണ്ടെടുക്കാൻ ഒരുമിച്ച് മുന്നേറാം എന്ന വിശ്വാസത്തോടെ നിങ്ങൾക്കെല്ലാം ആശംസകൾ നേർന്ന് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഭാരത്.